ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് സങ്കീർത്തനം 1:2. യഹോവയ്ക്ക് അവൻ്റെ അഭിഷിക്തനു വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത് അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞുകളയുക. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹാസിക്കുന്നു. അന്ന് അവൻ കോപത്തോടെ അവരോട് അരുളി ചെയ്തു, ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കുന്നു. ദൈവമക്കളെ, ഈ കെട്ടുകളെ പൊട്ടിക്കുക, കയറുകളെ എറിഞ്ഞു കളയുക. ഭൂമിയിലെ രാജാക്കന്മാരും അധിപതികളും ഈ കെട്ടുകളെ പൊട്ടിക്കുക, കയറുകളെ എറിഞ്ഞു കളയുക എന്ന് പറയുന്നത് എന്താണ്? ദൈവം ഉൽപ്പത്തിയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ സ്വരൂപത്തിലും നമ്മളുടെ ഛായയിലും മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിക്കാം. അതേ അപ്പോസ്തലന്മാരുടെ ബുക്കിൽ പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടല്ലോ എന്ന് അപ്പോസ്തലന്മാരുടെ ബുക്കിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ കെട്ടുകളെ എറിഞ്ഞു കളയുക, കയറുകളെ പൊട്ടിച്ചു കളയുക എന്ന് പറയുന്നത് എന്താണ്? ഭൂമിയിലെ രാജാക്കന്മാരും അധിപതികളും. ദൈവത്തിന് നമ്മൾക്കും ഒരു DNA ഉണ്ട്. അതാണ് ഈ കെട്ടുകളും പൊട്ടിച്ചു കളയുക, ഈ കയറുകളെ എറിഞ്ഞു കളയുക. ഭൂമിയിലെ രാജാക്കന്മാരും അധിപതികളും ആലോചിക്കുന്നു. ഈ DNA പൊട്ടിച്ചു കളഞ്ഞാൽ ദൈവത്തിനെ കുറിച്ചുള്ള വിചാരം നമ്മളുടെ ഉള്ളിൽ നിന്ന് മാഞ്ഞു പോകും. പിന്നെ നമ്മൾ ദൈവത്തെ അന്വേഷിക്കുകയില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇവരിത് ചെയ്യുന്നത്. ഇത് അന്ത്യകാലമാണ്. ഈ അന്ത്യകാലത്തിൽ വേദങ്ങൾ നന്നായി പഠിക്കണം, വേദങ്ങൾ നന്നായി ഹൃദയത്തിൽ ധ്യാനിക്കണം. യഹോവയുടെ പുസ്തകത്തിൽ ഇണയില്ലാത്ത ഒരു വചനവും ഇല്ല. നമ്മൾ തിരഞ്ഞ് കണ്ടുപിടിച്ച് പഠിക്കണം. ഈ വേദത്തിൽ ഇല്ലാത്ത ഇണവചനങ്ങളില്ല. ഇണവചനങ്ങൾ വേദത്തിലുണ്ട്. നമ്മളത് തിരഞ്ഞ് കണ്ടുപിടിച്ച് പഠിക്കണം. നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു. ഈ മന്ദിരത്തെ തകർക്കുവാൻ ഒരു നാളും നമ്മൾ അനുവദിക്കരുത്, സമ്മതിക്കരുത്, നിന്നു കൊടുക്കരുത്. ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു. അതാണ് നമ്മുടെ ആലയം. നമ്മളെന്നും ദൈവത്തെ പ്രാർത്ഥിക്കണം, ദൈവവചനങ്ങൾ ഹൃദയത്തിൽ ധ്യാനിക്കണം. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്, നമ്മളെ രക്ഷിക്കുന്ന കർത്താവാണ്, ഒരു നാളും കൈവിടാത്ത ദൈവമാണ്. കർത്താവിനോട് പറ്റിച്ചേരി ജീവിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇത്രത്തോളം ഈ വചനം നമ്മൾ ധ്യാനിക്കുവാനും സംസാരിപ്പാനും കർത്താവ് നമ്മളെ സഹായിച്ചിട്ട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ആമേൻ.